സർ, കേരള രാഷ്ട്രീയത്തിലെ മുൻനിരയിൽ നിൽക്കുന്ന 3 പാർട്ടികളുണ്ട്. CPM, BJP, കോൺഗ്രസ്. ഈ 3 പേർക്കും തിരുവനന്തപുരത്ത് ആസ്ഥാനങ്ങളുമുണ്ട്. CPMൻ്റേത് AKG സെൻ്ററാണ്, കോൺഗ്രസിൻ്റേത് ഇന്ദിരാഭവനാണ്. ഇപ്പോഴത്തെ BJPയുടെ ആസ്ഥാനം മാരാർജി ഭവനാണ്, നേരത്തെ തന്നെ ഉള്ള ഒരു കെട്ടിടമാണ്. ഇപ്പോഴത് പുതുക്കി പണിതിരിക്കുന്നു. വലിയ വിശേഷങ്ങൾ അത് സംബന്ധിച്ച് പങ്കുവയ്ക്കാനുണ്ടെന്നാണ് പൊതുവെ മാധ്യമങ്ങൾ പറയുന്നത്. മാധ്യമങ്ങൾ വലിയ രീതിയിൽ ഇന്ന് അതിൻ്റെ ഉദ്ഘാടനം നടക്കുകയാണ്. അമിത്ഷായാണ് ഉദ്ഘാടകൻ. അദ്ദേഹം ദേശീയ പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് അതിന് തറക്കല്ലിട്ടത്. ഇപ്പോൾ അദ്ദേഹത്തെ തന്നെ ആഭ്യന്തരമന്ത്രിയായി ഇരിക്കുന്ന അദ്ദേഹം തന്നെ അത് ഉദ്ഘാടനം ചെയ്യുന്നു. വലിയ വിശേഷങ്ങൾ മാധ്യമങ്ങൾ അതിനെ സംബന്ധിച്ച് പങ്കുവയ്ക്കുന്നുണ്ട്. എന്താണ് സാർ ഈ മറ്റ് 2 പാർട്ടികളുടെയും ആസ്ഥാനങ്ങൾക്ക് ഇല്ലാത്ത ഒരു പ്രത്യേകത? ഈ BJPയുടെ മാരാർജി ഭവന് മാത്രമുള്ള പ്രത്യേകത എന്താണ്? അത് ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാന ഘടകമല്ലേ, സംസ്ഥാന കാര്യാലയം. പിന്നെ ഈ 3 പാർട്ടി ആസ്ഥാനങ്ങളും ഒരു 3 കിലോമീറ്റർ ചുറ്റളവിലാണെന്ന് തോന്നുന്നു അല്ലേ? ഒന്ന് വെള്ളയമ്പലം ഇന്ദിരാഭവൻ, ഒന്ന് പാളയത്ത് നമ്മൾ യൂണിവേഴ്സിറ്റി കോളേജിന്റെ വളരെ അടുത്ത് കേരള യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തിന്റെ. യൂണിവേഴ്സിറ്റി കോളേജില് പണ്ട് അടി ഉണ്ടാകുമ്പോ SFIക്കാർ അവിടുന്ന് മതിൽ ചാടത്തില്ല, മതിലിന്റെ ഒരു ഭാഗം പൊളിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഇത് തൈക്കാടാണ്. 2014 മുതലാണെന്ന് തോന്നുന്നു ഈ മാരാർജി ഭവൻ കൂടുതലായിട്ട് ശ്രദ്ധ പതിഞ്ഞത്. ആൾക്കാർക്ക് മുമ്പ് അറിയത്തില്ലായിരുന്നു. അല്ല, മുമ്പ് സാർ, അതായത് 2005 നമ്മുടെ CKP പത്മനാഭൻ മത്സരിച്ച് 35,000 വോട്ട് വാങ്ങിച്ച ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ലോക്സഭയിലേക്ക് തോറ്റു. അദ്ദേഹം തോറ്റ് കഴിഞ്ഞപ്പോഴാണ് ഈ മാരാർജി ഭവനിൽ വലിയ മാറ്റങ്ങളൊക്കെ വരുന്നത്. അന്ന് നമ്മുടെ മൂന്തേട്ടൻ, അദ്ദേഹം PP മൂന്നനായിരുന്നു, BJPയുടെ ഓർഗനൈസിംഗ് സെക്രട്ടറി. അദ്ദേഹത്തെ മാറ്റി 2 സ്റ്റേറ്റുകളുടെ ചുമതലയുള്ള ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിട്ട് മാറ്റിയിരുന്നു. അദ്ദേഹത്തിനെ ആ സ്ഥാനത്തു നിന്നും മാറ്റി. അപ്പോൾ ഒരു കൂട്ടം BJP പ്രവർത്തകർ അവിടെ വന്ന് വലിയ വിഷയങ്ങളുണ്ടാക്കി. ഓഫീസിലെ സാധന സാമഗ്രികൾ തകർക്കാൻ ശ്രമിച്ചു. അതൊക്കെ അന്ന് വലിയ വാർത്തയായിരുന്നു. അന്ന് തൊട്ടാണ് ഈ മാരാർജി ഭവൻ ശ്രദ്ധാകേന്ദ്രമാകുന്നത്. പക്ഷേ 2014 മുതൽ കൂടുതൽ ജനകീയമായി. അതെ, കാരണം പിന്നെ ഈ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ AKG സെന്ററിന്റെ അവിടേക്ക് ക്യാമറ എത്തുന്നത് പോലെ ഇന്ദിരാഭവന്റെ അവിടെ എത്തുന്നതിനേക്കാളും കൂടുതലായിട്ട് ഇവിടെ വാർത്താമാധ്യമങ്ങൾ മുഴുവൻ എത്തുകയാണ്. അല്ല, ഈ കേരളത്തിന് പുറത്ത് എവിടെ തെരഞ്ഞെടുപ്പ് നടന്നാലും, ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ പോലും ഈ ചാനലുകൾ ക്യാമറയായിട്ട് BJP ഓഫീസിൽ മാരാർജി ഭവനിൽ വരുന്ന കാഴ്ചയാണ് നമ്മൾ. അതെ, ഇപ്പം ഇത് തൈക്കാട് പിന്നെ 50 സെന്റിനകത്താണ് ഇത് നിൽക്കുന്നത്. ഈ കെട്ടിടം ഏതാണ്ട് 1/2 ഏക്കർ, 5 നിലകളായിട്ട്. അതിനകത്ത് പിന്നെ ഹെൽപ്പ് ഡെസ്ക് മുതൽ അങ്ങ് ഡോർമെറ്ററി വരെയോ. എനിക്ക് അത് ഒരു പിന്നെ കൗതുകമായിട്ട് തോന്നി. ഒരു പാർട്ടി ഓഫീസിനകത്ത്, കാര്യാലയത്തിൻ്റെ ഇവിടെ ഹെൽപ്പ് ഡെസ്ക്. ഇന്ദിരാഭവനിലും AKG സെന്ററിലും ഞാനത് കണ്ടിട്ടില്ല. ഇതിൽ ഒരാൾ ഇരിപ്പുണ്ട്. ഈ റിസപ്ഷൻ ഉണ്ടാവുന്നേ ഉള്ളൂ. ഇന്ദിരാഭവനിലാണെങ്കിൽ ഈ ഭരണമില്ലെങ്കിൽ പിന്നെന്താണെന്നറിയാം, അവിടെ ഈ ഒരു ശ്മശാനം ഇതിനേക്കാളും അനക്കവും ബഹളമൊക്കെ ഉണ്ട്. അവിടെ നമ്മളൊന്ന് വിളിച്ചിട്ട് പിന്നെ ജോസഫ് വാഴക്കൻ്റെ നമ്പർ ഒന്ന് തരുമോ എന്ന് ചോദിച്ചാൽ ഓൾഡ് എന്ന് പറഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ ഈ ബുക്കിനകത്ത് തപ്പി എഴുതിക്കോ. AKG സെന്ററിൽ ഒരു നമ്പർ വിളിച്ച് ചോദിക്കേ, പിന്നെ നമ്മുടെ രാകേഷിന്റെ നമ്പർ ഒന്ന് തരുമോ? എവിടെ നിന്നാണ്, ആരാണ്? നമ്മളെ 2 വിരട്ടും എഴുതിക്കോ, 94436162. ഈ ഒരൊറ്റ പറച്ചിലാണ്. അത് ധിക്കാരത്തിന്റെ സ്വരമാണ്. അങ്ങനെയൊക്കെയാണ് അവരുടെ ഈ റിസപ്ഷൻ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇവിടെ ഹെൽപ്പ് ഡെസ്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഹെൽപ്പ് ഡെസ്ക് എന്ന് പറഞ്ഞാൽ അവർ അതിന് കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ നിരവധി പദ്ധതികളുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോ ചെയ്തത്. അതെ, സാധാരണക്കാർക്ക് അറിവില്ലാത്ത കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ചൊക്കെ. ഇപ്പം പിന്നെ കുട്ടികളുടെ പഠന ആവശ്യത്തിനുള്ള സ്കോളർഷിപ്പ്, വിദേശ പഠനം, പിന്നെ സ്വയം സംരംഭം അതിനുള്ള ലോണ്, സബ്സിഡിയോടെ ലോണ്, കർഷകർക്കുള്ള സൗകര്യങ്ങൾ, വഴിവാണിഭക്കാർക്കുള്ള, ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ അറിയാൻ തക്കവണ്ണം മുമ്പൊരിക്കൽ രാജീവ് ചന്ദ്രശേഖറും സുരേഷ് ഗോപിയും പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ, പാർട്ടി കേന്ദ്രങ്ങൾ സേവാ കേന്ദ്രങ്ങളായി മാറണം എന്നാണ്. അത്
അവർക്ക് ജനങ്ങൾക്ക് പ്രയോജനപ്രദമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിൽ പ്രവർത്തിക്കണം. പണ്ട് നമ്മൾ ഈ പാർട്ടി ഓഫീസ്, ലോക്കൽ കമ്മിറ്റി ഓഫീസ് എന്നൊക്കെ CPM-ൻ്റെ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എന്താ, അവിടെ ചായയും കുടിച്ച് പരിപ്പോടയും കഴിച്ച് ബീഡിയും വലിച്ചിരിക്കുന്നവരാണ്. കോൺഗ്രസിൻ്റെ ഓഫീസ് കണ്ടാലോ കതറൊക്കെ ഇട്ട് മസിലും പിരിപ്പിച്ച് അവിടെ കൂട്ടത്തോടു കൂടി നിൽക്കുന്നതാണ്. ഇവിടെ അതല്ല, ഇത് കുറച്ചുകൂടി പ്രൊഫഷണലായ സമീപനം, ജനങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കയറുന്ന ഇടത്തൊക്കെ തന്നെ അവിടെ ഈ സർദാർ വല്ലഭായ് പട്ടേലും ഒക്കെ പറഞ്ഞിട്ടുള്ള APJ ഒക്കെ പറഞ്ഞിട്ടുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ സാരാംശം ഒക്കെ അവിടെ എഴുതി വെച്ചു ശിലാലിഖിതങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. വലിയ ലൈബ്രറി ഉണ്ട്. ലൈബ്രറിയുടെ കാര്യത്തിൽ AK സെന്റർ ഒന്നും മോശമല്ല കേട്ടോ. വലിയ അവിടെ KPCC ഓഫീസിലും ലൈബ്രറി ഒക്കെ ഉണ്ടല്ലേ? അതിൽ എനിക്ക് അത്ര അറിയത്തില്ല. AKG സെന്ററിൽ നല്ല മികച്ച ലൈബ്രറി ഉണ്ട്. അവിടെയും അവർക്ക് ലൈബ്രറി ഉണ്ടെന്ന് മാത്രമല്ല ഡിജിറ്റൽ സേവനങ്ങളും വരെ അവിടെ നിന്ന് ലഭിക്കും. അവർ കാലത്തിനനുസരിച്ചുള്ള ഈ പണ്ട് കമ്പ്യൂട്ടറിനെതിരെ സമരമൊക്കെ ചെയ്തെങ്കിലും ഈ ആധുനികതയെ അവർ മാറ്റി നിർത്തിയില്ല. ഈ സാങ്കേതിക വിദ്യയെ ഉൾക്കൊള്ളുന്നതിൽ CPM എപ്പോഴും ബദ്ധശ്രദ്ധരാണ്. അതുപോലെ വിളപ്പിശാലയിൽ EMS അക്കാദമി, അവിടെയും വലിയ ലൈബ്രറി അടക്കമുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ AK സെന്ററിൽ ഗവേഷണപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. സാർ, ഇത് ഈ ശരിക്കും AKG സെന്ററിൽ പരിപൂർണമായിട്ടും രാഷ്ട്രീയമായ കാര്യങ്ങൾ. മറ്റേ EMS അക്കാഡമിയിൽ കുറെ കൂടെ വ്യത്യാസമുണ്ട്. അവിടെ കുറെ കൂടെ അല്ലാത്ത വിഷയങ്ങളും ഒക്കെ അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. P. ഗോവിന്ദപിള്ള മുഴുവൻ സമയം ഈ AK സെന്ററിലാണ്. ഒരു മുറി തന്നെ പ്രത്യേകം കൊടുത്തിരിക്കുകയാണ്. വായനയും ഒക്കെ ചെറിയ വലിപ്പം ഉണ്ടായിരുന്നല്ലോ, അവിടെ തന്നെ ഒരു മുറിയാണ് കൊടുത്തിരുന്നത്. പക്ഷേ ആ വായനയുടെയും ഗവേഷണത്തിന്റെയും കാര്യത്തിൽ അത്രയും ഇന്ദിരാഭവൻ ഉപയോഗിക്കുന്നില്ല. അത് കോൺഗ്രസ്സുകാരുടെ നമുക്കറിയാമല്ലോ. ആ വക കാര്യങ്ങളിൽ അവർക്കൊരു പിടിപ്പുകേടുണ്ട്. അത് ചുമ്മാ അല്ല ശശി തരൂർ പറയുന്നത്. രാഷ്ട്രീയവും ചരിത്രവും അറിയാത്തവരാണ് എന്നെ വിമർശിക്കുന്നത്. എന്നെ വിമർശിക്കുന്നത് രാഹുൽ ഗാന്ധിയെ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞതാണ്. അപ്പം ഇത് ഇവർക്ക് വലിയൊരു ഇത് ഇവിടെ തൈക്കാട് തിരുവനന്തപുരത്ത് ഒരു വലിയ ഒരു ഇടമായിട്ട് മാറുകയാണ്. അപ്പം ഇതിനകത്ത് വലിയൊരു ഓഡിറ്റോറിയമൊക്കെ ഉണ്ട്. ഒരു അത്യാവശ്യത്തിനൊരു ജനസഞ്ചയത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഓഡിറ്റോറിയം ഈ മൊറാർജി ഭവനിൽ ഉണ്ട്. അതൊക്കെ വലിയ കാര്യം തന്നെയാണ്. പിന്നെ പ്രധാനപ്പെട്ട വ്യക്തികൾ വന്നാൽ താമസിക്കാനുള്ള സൗകര്യം AK സെന്ററിനും അതുണ്ട്. അവർക്ക് പ്രത്യേകമായിട്ട് അപ്പുറത്ത് ഫ്ലാറ്റുണ്ട്. അതൊക്കെ പ്രധാനപ്പെട്ട PV അംഗങ്ങളൊക്കെ വന്നാൽ താമസിക്കാനും ഒക്കെയുള്ള സൗകര്യമുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ ഈ മൊറാർജി ഭവൻ നേരത്തെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന KG മാരാരുടെ പേരിലാണ് ഈ ആസ്ഥാനം അറിയപ്പെടുന്നത്. KG മാരാർ പണ്ട് തിരുവനന്തപുരത്ത് മത്സരിച്ചിട്ട്, തിരുവനന്തപുരത്തല്ല, അദ്ദേഹം മഞ്ചേശ്വരം മത്സരിച്ചിരുന്നു. അത് അവിടെ മത്സരിച്ച് 2ാം സ്ഥാനത്ത് എത്തിയ ആളാണ്. ഞാൻ പ്രസംഗം കേട്ടിട്ടുണ്ട് കേട്ടോ. മികച്ച പ്രാസംഗികനാണ് അദ്ദേഹം. രാഷ്ട്രീയം നന്നായിട്ട് പറയാൻ അറിയാം. കൊച്ചു മനുഷ്യനാണ്. അതെ. പക്ഷേ ഈ പിന്നീട് ഇത് എനിക്ക് തോന്നുന്നു PP മുകുന്ദൻ ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിരിക്കുന്ന കാലത്താണ് അവർ ഈ സ്ഥലം വിൽക്കാനുണ്ടെന്ന് അറിഞ്ഞിട്ട് അത് പണം കൊടുത്ത് വാങ്ങുന്നത്. അന്ന് പാർട്ടി പ്രവർത്തകർ നൽകിയ സംഭാവന കൊണ്ടാണ് അത് വാങ്ങുന്നത്. അല്ല, വലിയൊരു മുതൽക്കൂട്ടാണ്. അതെ. അന്നത് വാങ്ങിയത് കൊണ്ട് ഇന്നത് കോടികളുടെ വില മതിക്കുന്ന, പിന്നെ ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാന കാര്യാലയമാണ്. അപ്പോൾ അതിൻ്റെതായ പ്രൗഢിയും ഗാംഭീര്യവും ഒക്കെ വേണം. അപ്പോൾ അതെല്ലാം ഉൾക്കൊള്ളുന്ന വിധത്തിലാണ് അത് നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് പൊതുവെ അറിയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അവിടുന്നാണ് കേരള രാഷ്ട്രീയത്തിൻ്റെ പല നിർണായക തീരുമാനങ്ങളൊക്കെ വരാൻ പോകുന്നത്. അല്ല, അവിടെ രസകരമായൊരു കാര്യം, ആസ്ഥാനം നിർമ്മിച്ചപ്പോൾ അവിടെ ചീഫ് മിനിസ്റ്ററുടെ ഓഫീസ്, അതുപോലെ പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസ് എന്നൊക്കെ പറഞ്ഞ് മുറികൾ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതായത് ഭാവിയിൽ കേരളം പിടിക്കണം, കേരളം BJP ഭരിക്കും എന്ന് നിശ്ചയിച്ചുറപ്പിച്ചാണ് അമിത്ഷാ അതിന് തറക്കല്ലിട്ടത്. അല്ലാതെ വെറുതെ അതിനകത്ത് ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിലല്ലേ ഇരിക്കേണ്ടത്? അല്ല, പാർട്ടി ആസ്ഥാനത്ത് മുഖ്യമന്ത്രിയാകുന്ന ആളിനൊരു ഓഫീസ്. ഇപ്പൊ BJPയുടെ ഒരാൾ മുഖ്യമന്ത്രി ആയാൽ അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ ഒരു ഓഫീസ് അവിടെ വരുമ്പോൾ ഉപയോഗിക്കാൻ ഒരു ഓഫീസ്. പ്രതിപക്ഷ നേതാവായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അതെ, പ്രതിപക്ഷ നേതാവിന്. AK സെന്ററിൽ അങ്ങനെയില്ല. അങ്ങനെ അല്ലേ? BJPയുടെ ഒരു ശൈലിയാണ്. BJPയുടെ ഇപ്പോൾ ഡൽഹിയിലെ കേന്ദ്ര ഓഫീസ് അടക്കം
മറ്റു സംസ്ഥാനങ്ങളിലുമൊക്കെ BJP ഇത്തരത്തിലാണ് ഓഫീസുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഏതായാലും AK സെന്ററിനേക്കാൾ വലിയ 60,000 അടി ചതുരശ്ര അടിയാണ് വിസ്തീർണം. അതെ. അപ്പോൾ അത് പിന്നെ AK സെന്റർ അത്രയും വരില്ലെന്ന് തോന്നുന്നു. ഓ, അത് ശരി. AK സെന്റർ അങ്ങനെ 7 നിലകളായിട്ട് പോയിരിക്കുകയാണ്. ഇന്ദിരാഭവൻ പഴയ കെട്ടിടമാണ്. അവർക്കിനി ഇപ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴേ അവിടെ പോയിട്ടുണ്ട്. അവിടെ അവർക്കിപ്പോൾ ഇനി ഇതിൽ തൊടാൻ പറ്റത്തില്ല, കാരണം കയ്യിലൊന്നും ഇല്ല. ഇനി ഒരു 2 വട്ടമെങ്കിലും ഭരണത്തിൽ ഇരുന്നാലേ എന്തില്ല. പക്ഷെ അവര് കാട്ടാക്കടയിലൊരു രാജീവ് ഗാന്ധി സെന്റർ ഒരിത് അവര് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ ഉദ്ഘാടനമൊക്കെ എനിക്ക് തോന്നുന്നു 2009 മറ്റോ ആയിരുന്നു. എനിക്ക് കൃത്യമായിട്ട് ഞാൻ വർഷം ഓർക്കുന്നില്ല. അതിന്റെ ഉദ്ഘാടനം നടന്നത് റിസർച്ച് സെന്ററായിട്ട് നമ്മുടെ പോലെ. പക്ഷേ എന്തിനാ അവർ ഭരണത്തിലിരിക്കുമ്പോൾ അവരുടെ ഒരു പത്രമുണ്ടല്ലോ, അതുപോലും നേരാം വണ്ണം എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനൊക്കെ അവർ CPM-നെ കണ്ടുപിടിക്കണം. വീക്ഷണം പത്രത്തിൻ്റെ ഗതി എന്തോ എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരുടെ വീട്ടിലുണ്ടോ? CPM-ൻ്റെ ആണ് എല്ലാ സഹാക്കന്മാരുടെയും വീട്ടിൽ ദേശാഭിമാനി പത്രമില്ലേ? വായിക്കുന്നോ ഇല്ലെന്നുള്ളത് പിന്നത്തെ കാര്യം. ചോറ് പൊതിയാനാണെങ്കിലും അവർ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് എന്താണ് അവർ അവർക്ക് ഭരണമില്ല, 2 തവണ ഭരണമില്ലെന്ന് വിചാരിക്കുക. അവർക്ക് അതിനുള്ളത് അവർ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. പത്രവും നന്നായിട്ട് കൊണ്ടുപോകും, ചാനലും കൊണ്ടുപോകും. കോൺഗ്രസിനൊരു ചാനലുണ്ടല്ലോ, അറിയാമല്ലോ. ശമ്പളം പോലും കൃത്യമായി എത്തുന്നില്ലെന്നാണ് അറിയുന്നത്. അപ്പം എന്തായാലും ഈ മാരാർജി ഭവന്റെ കൂടുതൽ വിശേഷങ്ങൾ ഈ പറഞ്ഞതുപോലെ അവിടെയും ഈ പറഞ്ഞ കണക്ക് റിസർച്ചൊക്കെ ചെയ്യാനുള്ള സൗകര്യവും കേരള രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഒക്കെ അവിടെ ഉണ്ട്. ഇനി ഭാവിയിൽ എങ്ങനെയൊക്കെയാണത് മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് കണ്ടറിയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.